നമസ്തേ, ഞാൻ ഡോക്ടർ രഘു, ആരോഗ്യഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ. ഇന്ന് ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ്, അഥവാ ലോക ക്യാൻസർ ദിനം. 2000 മുതൽ കഴിഞ്ഞ 26 വർഷമായി ഈ ദിനം ആചരിക്കപ്പെടുന്നു. നമുക്കറിയാം, ക്യാൻസർ രോഗികൾ മറ്റു രോഗികളെ പോലെയല്ല. അവരൊരു പ്രത്യേക സങ്കീർണ ആഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഡയഗ്നോസും അവരുടെ അപ്പോഴത്തെ അവസ്ഥയും ദുഃഖവും സഹിഷ്ണുതയും എല്ലാം മറ്റ് അസുഖങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ സന്ദേശം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും കോശ സമൂഹങ്ങളും വളരുന്നത് നിയന്ത്രണത്തോടു കൂടി തന്നെയാണ്. അനിയന്ത്രിതമായി അസാധാരണമായി ഒരു ശരീരഭാഗം, അതായത് കോശങ്ങൾ അഥവാ കോശ സമൂഹങ്ങൾ വളരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ക്യാൻസർ സാധാരണയായി മുഴകളായി കാണപ്പെടുന്നു. മുഴകളല്ലാതെയും ക്യാൻസർ കാണപ്പെടുന്നുണ്ട്. നമുക്ക് ക്യാൻസറിനെ രണ്ടായി തിരിക്കാം, അതായത് ട്യൂമറിനെ രണ്ടായി തിരിക്കാം: ബിനൈൻ ട്യൂമർ, മാലിഗ്നന്റ് ട്യൂമർ. ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത് സാധാരണ കാണുന്ന മുഴകളാണ്. അത് വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. അത് വളരെ സാവധാനം വളരുകയുള്ളൂ. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ് വരുന്നതെങ്കിൽ, ബ്രെയിൻ പോലുള്ള അവയവങ്ങളാണ് ബിനൈൻ ട്യൂമർ വരുന്നതെങ്കിലും അത് പ്രശ്നമാകാം. രണ്ടാമത്തത് മാലിഗ്നന്റ് ട്യൂമറാണ്. അതാണ് സാധാരണഗതിയിൽ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. മാലിഗ്നന്റ് ട്യൂമർ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, ക്യാൻസർ പലതരത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ രോഗലക്ഷണങ്ങളും വ്യത്യാസം വരും. ഇപ്പോൾ ലുക്യൂമിയയിൽ കാണപ്പെടുന്നത് 3 രോഗലക്ഷണമാണ്: ഇടവിട്ടുള്ള പനി, ക്ഷീണം, ബ്ലീഡിങ്. നമ്മുടെ പല്ലിൽ നിന്നോ മൂക്കിൽ നിന്നോ ഉള്ള ബ്ലീഡിങ്. ഇത് 3 വരുമ്പോൾ അക്യൂട്ട് ലുക്യൂമിയയുടെ സിംപ്റ്റം ആവും. തിരിച്ച് ഏത് ഭാഗത്താണോ ക്യാൻസർ വരുന്നത് അതനുസരിച്ച് രോഗലക്ഷണം മാറും. ചുമ, ശ്വാസം മുട്ടൽ, ക്ഷീണം, കൈകാല കഴപ്പ് തുടങ്ങി ഏത് ഭാഗത്താണോ ക്യാൻസർ ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നു. പിന്നീട് ചികിത്സയാണ്. ചികിത്സ നമുക്ക് പല രീതിയിലുണ്ട്. മോഡേൺ മെഡിസിൻ ഉണ്ട്, റേഡിയേഷൻ ഉൾപ്പെടെ റേഡിയേഷൻ ഉണ്ട്, മറ്റ് തെറാപ്പികളുണ്ട്. അതെല്ലാം മോഡേൺ മെഡിസിനാണ്. ആയുർവേദം, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ വൈദ്യശാസ്ത്രങ്ങളൊക്കെ ചികിത്സയുണ്ട്. നമ്മൾ ചികിത്സ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ക്യാൻസറിന്, ഏത് ഭാഗത്തുള്ള ക്യാൻസറിനാണ് ഏത് ചികിത്സയാണ് ഫലപ്രദം എന്ന് നോക്കി വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കാൻ. അല്ലാത്ത പക്ഷം അത് രോഗിക്ക്, ഒന്നാമത് ഇത് സങ്കീർണ അസുഖമാണ്, ആവശ്യമുള്ള പ്രശ്നങ്ങൾ രോഗിക്കുണ്ട്. ആ ട്രീറ്റ്മെൻറ്റിൽ കൂടി സുഖത്തിനേക്കാൾ ഉപരി ആ രോഗിക്ക് ദുഃഖമാണ് ഉണ്ടാകുക പതിവ്. അതുകൊണ്ട് ചികിത്സ നിശ്ചയിക്കുമ്പോൾ ഏതാണോ അതനുസരിച്ച് ചികിത്സ നിശ്ചയിക്കുക. നമസ്തേ.